ഹലോ, RRB NTPC 2025 ഒഫീഷ്യൽ വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. റീസെന്റ് സർക്കുലേറ്റ് ചെയ്യുന്ന RRB NTPC 2025 വേക്കൻസീസിന്റെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു PDF ആണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു PDF ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. 2025 NTPC പരീക്ഷ എപ്പോൾ വരും എന്ന് കാത്തിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു ഹാപ്പി ന്യൂസ് ആണ്. 2025 NTPCയുടെ വേക്കൻസീസ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ NTPC കഴിഞ്ഞ വർഷത്തെ NTPCയുടെ സ്റ്റേജ് 1 റിസൾട്ട് വന്ന് സ്റ്റേജ് 2 പരീക്ഷയ്ക്ക് വേണ്ടി കുറെ ആൾക്കാർ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അടുത്ത NTPC എക്സാംസും കൂടി വരുന്നുണ്ട് എന്നൊരു ബെറ്റർ അല്ലെങ്കിൽ ഹാപ്പി ന്യൂസ് ആണ് ഇപ്പോൾ വരുന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് ആണ് കറന്റ് സർക്കുലേറ്റ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഇത്തരത്തിലൊരു നോട്ടീസ് ആണ്. അപ്രൂവ്ഡ് വേക്കൻസീസ് ഓഫ് NTPC ഫോർ നോട്ടിഫിക്കേഷൻ ഇൻ 2025 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ അപ്രൂവ്ഡ് വേക്കൻസീസ് ലിസ്റ്റ് ആണ്. അസസ്മെന്റ്സ് ഓഫ് വേക്കൻസീസ് ഓഫ് നോൺ technical popular categories done by zonal railways in the Indian management module of HRMS has been examined by the railway board. അതനുസരിച്ചിട്ട് CEN സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ 5817 വേക്കൻസീസ് ഇൻ NTPC ഗ്രാജുവേറ്റ്സും 3058 വേക്കൻസീസ് ഇൻ അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറിയിലും. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുമായിട്ട് ഏകദേശം 8000-ൽ പുറത്ത് 8800-ന് അടുത്ത് വരുന്ന വേക്കൻസീസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും വേക്കൻസി ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ നോട്ടീസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കാണാം. ഓരോ പോസ്റ്റ് വൈസ് സ്പ്ലിറ്റ് നോക്കാം. 6 പോസ്റ്റുകളിലേക്കാണ് NTPC ഗ്രാജുവേറ്റ് ലെവലിൽ 6 പോസ്റ്റുകളിലേക്കായിട്ട് 5817 വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ പേ ലെവൽ 6-ൽ വരുന്ന 515 വേക്കൻസീസ്. അതുപോലെ ഗൂഡ്സ് ട്രെയിൻ മാനേജർ പേ ലെവൽ 5-ൽ വരുന്നതാണ് 3423 വേക്കൻസീസ് ഉണ്ട്. പിന്നെ ട്രാഫിക് അസിസ്റ്റന്റ് മെട്രോ റെയിൽവേ ആണ്. മെട്രോ റെയിൽവേയിൽ ട്രാഫിക് അസിസ്റ്റന്റിന് വരുന്നത് പേ ലെവൽ 4 ആണ്, 59 വേക്കൻസീസ്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ CCTS ട്രാഫിക്കിൽ പേ ലെവൽ 6 ആണ് അതും വരുന്നത്, 161 വേക്കൻസീസ്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അക്കൗണ്ട്സ് പേ ലെവൽ 5 ആണ്, 921 വേക്കൻസീസ് ഉണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പേ ലെവൽ 5 ആണ്, 638 വേക്കൻസി ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം 5817 വേക്കൻസി ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ ഉണ്ട്. ഗ്രാജുവേറ്റ് ലെവലിൽ ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ട്രെയിൻസ് ക്ലർക്ക് പേ ലെവൽ 2 വരുന്നതാണ്, 77 വേക്കൻസി. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പേ ലെവൽ 3 വരുന്നതാണ്, 2424 വേക്കൻസി. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അക്കൗണ്ട്സിൽ പേ ലെവൽ 2 വരുന്നതാണ്, 394 വേക്കൻസി. അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജനറൽ പേ ലെവൽ 2 വരുന്നതാണ്, 163 വേക്കൻസി. 3058 വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് ആണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. റീസെന്റ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. 2025 നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. 2024 നോട്ടിഫിക്കേഷനും അതിന്റെ ഫൈനൽ സ്റ്റേജ് എക്സാമിന്റെ പ്രോസസ്സുകളും തൊട്ടടുത്ത് തന്നെ നടക്കാൻ പോകുന്നു. സ്റ്റേജ് 1 ക്വാളിഫൈ ആവാതെ, ഫസ്റ്റ് സ്റ്റേജ് 2024 പരീക്ഷ എഴുതി ക്വാളിഫൈ ആവാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ വർഷത്തെ 2025 വിളിക്കാൻ പോകുന്ന NTPC തന്നെ ക്ലിയർ ചെയ്യാം. പ്രോപ്പർലി നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക എന്നൊരു കാര്യം മാത്രം ചെയ്താൽ മതി. മാത്രമല്ല കുറെ അധികം പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 2 നോട്ടിഫിക്കേഷൻ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്താൽ അടുത്ത വരുന്നൊരു സമയത്ത് തന്നെ നിങ്ങൾക്കും എക്സാം ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ RRB റെഗുലർ ബാച്ച് കോഴ്സ് അവൈലബിൾ ആണ്. അത് റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും പറ്റുന്ന തരത്തിലാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് RRB റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കുകളും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്ററിലോ എൻറോൾ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ പരീക്ഷയ്ക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.